Hi everyone, this is Jebin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ഏബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെ പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തൊട്ട് മുമ്പ് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമാണ് റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി വിവരങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ജെബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടക്കം നമ്മുടെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.3 ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഐഫോണ് മാത്രമല്ല, നമ്മുടെ വാച്ചിനും ഐപാഡിനും മാക്ബുക്കിനും എല്ലാത്തിനും ആപ്പിൾ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു iOS 18.3 നമുക്ക് യൂണിറ്റി റിതം എന്ന് പറഞ്ഞ ഒരു വാൾപേപ്പർ ഐഫോണിൽ ലഭിക്കുന്നുണ്ട്. വാച്ചിൽ നമുക്കൊരു വാച്ച് ഫേസും ലഭിക്കുന്നുണ്ട്. ഒരു അടിപൊളിയായ സ്റ്റണ്ണിങ് ആനിമേഷൻ ഉൾപ്പെടുന്ന ഒരു വാൾപേപ്പറും വാച്ച് ഫേസുമാണ് ആപ്പിളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. എൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് വേറെ കുറേ ആൾക്കാരൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ആപ്പിൾ സൈലൻ്റ് ആയിട്ട് ഒരു പുതിയ അപ്ഡേഷൻ iOS 18.3 അങ്ങ് അമേരിക്കയിലെ T-Mobile എന്ന് പറയുന്ന കാരിയേഴ്സിന് മാത്രം ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ പുറത്തൊക്കെ നമുക്ക് സിം എടുക്കുമ്പോൾ അവർ നമുക്ക് ഫോണും കൂടെ എടുക്കാനുള്ള ഓപ്ഷൻ തരും. ഇത്ര കൊല്ലത്തേക്ക് സിം ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് എടുക്കാമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ T-Mobile എന്ന കമ്പനിയുടെ ഒരു സാറ്റലൈറ്റ് ഓപ്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പേസ് എക്സിൻ്റെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ സാറ്റലൈറ്റും T-Mobileഉം കൂടി ആപ്പിളിൽ ഒരു പുതിയ ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇനി മുതൽ ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാം. അത് അമേരിക്കയിൽ മാത്രമാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളൂ. അതും T-Mobile എന്ന് പറയുന്ന കമ്പനികളുടെ ഒരു സിം യൂസേഴ്സിന് മാത്രം. ബെയ്റ്റയിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മിക്കവാറും iOS 18.4 ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അത് വരാനുള്ള റിപ്പോർട്ട്, അല്ലെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ സാറ്റലൈറ്റ്, എമർജൻസി സാറ്റലൈറ്റ് എന്ന ഓപ്ഷൻ അല്ലാതെ ഇൻ്റർനെറ്റ് പോയാലും നമുക്ക് ഇനി മുതൽ ഈ പറഞ്ഞ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് വന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്ന പോലെ ഈ അമേരിക്കയിലൊക്കെ കുറേയധികം ഇഷ്യൂസ്, നാച്ചുറൽ കലാമിറ്റീസും അതേപോലെ വൈൽഡ് ഫയർ ഒക്കെ വന്നിട്ടത്തേക്കും കുറേ കൂട്ടുകാർക്ക് ഈ പറഞ്ഞ കണക്ടിവിറ്റി ഭയങ്കരമായിട്ട് ലോസ്റ്റ് ആയിപ്പോയി. പക്ഷേ എമർജൻസി വിയ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെങ്കിലും അതിന് ഒരു റെസ്ട്രിക്ഷൻസ് വന്നു. സോ ആ ഒരു ബാരിയർ മാറ്റാൻ വേണ്ടി, ആ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് അവർ പഠിച്ചത്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ്, സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ആ ഒരു സാറ്റലൈറ്റിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് അമേരിക്കയിലുള്ള കൂട്ടുകാർക്ക് ഇനി കിട്ടും. അതും T-Mobile എന്നുള്ള കമ്പനി യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് മാത്രം. സോ ഈ ഒരു വീഡിയോ അവിടെയുള്ള കൂട്ടുകാർക്ക്, അമേരിക്കയിലെ കുറേ കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. സോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവർക്ക് നല്ല ഇൻഫർമേഷൻ തന്നെയായിരിക്കും. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, കുറേയധികം കൂട്ടുകാർക്ക് ഇപ്പോഴും അവരുടെ എയർപോർട്സ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ കുറേയധികം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫോണും മാക്കും വാച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ഒരിക്കലും എയർപോർട്സ് ഒന്നും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നമ്മുടെ കണക്ട് ചെയ്യുന്ന ഫോണിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഈ പറഞ്ഞ എയർപോർട്സും അതേപോലെ എയർടാഗൊക്കെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് അതിനൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിൾ തന്നെ ഇപ്പോൾ ഒഫീഷ്യലി എങ്ങനെയാണ് എയർപോർട്സിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൻ്റെ ഗൈഡ് പുറത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൻ്റെ ഗൈഡിൻ്റെ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഗൈഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് മനസ്സിലാവും. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, iPhone 17 സീരീസിൽ നമുക്ക് ഡൈനാമിക് ഐലൻഡ് ഉണ്ടാകുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഒരു പഞ്ച് ഹോളിൻ്റെ ക്യാമറ കാർട്ടോട്ടൊക്കെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോഴും ആ പറയുന്ന ഡൈനാമിക് ഐലൻഡ് തന്നെയായിരിക്കും. ചിലപ്പോൾ കുറച്ച് സൈസ് ചെറുതാകും എന്ന് കേൾക്കുന്നുണ്ട്. എന്നാലും ഡൈനാമിക് ഐലൻഡിൽ കുറേയധികം ഫങ്ഷണാലിറ്റി ആപ്പിൾ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫീച്ചർ ആപ്പിൾ മിക്കവാറും കളയാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അതോടൊപ്പം നമുക്ക് iOS 18.4 ഒരു അപ്ഡേഷൻ വരും, അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ റിലീസായി ആ ഒരു സെയിം വീക്കിൽ തന്നെ അപ്ഡേഷൻ വരുമെന്ന് നമ്മുടെ iOS 18 ബെയ്റ്റയുടെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ iOS 18.4 ബെയ്റ്റ നമുക്ക് ആസ് ഓഫ് നൗ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം ഇതിൽ കറക്റ്റായിട്ട് പറയാനുണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു iOS 18.4 സീരീസിലായിരിക്കും
പുതിയ ഇമോജീസ് ആപ്പിൾ റിലീസ് ചെയ്യുന്ന. പൊതുവെ എല്ലാ OSലും ഇപ്പോൾ 17, 16, 18 എല്ലാ സീരീസിലും അല്ലെങ്കിൽ എല്ലാ OSലും 0.4 എന്ന് പറയുന്ന അപ്ഡേഷനിൽ, ഒഫീഷ്യൽ അപ്ഡേഷനിലായിരിക്കും പുതിയ ഇമോജീസ് ആപ്പിൾ റിലീസ് ചെയ്യാറ്. സോ ആ ഒരു ഇമോജീസ് റിലീസ് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും ആ ഒരു ഇമോജീസ് ലഭിക്കണം. അതുകൊണ്ട് തന്നെ 0.4 എന്ന അപ്ഡേഷൻ കുറച്ചധികം സമയമെടുക്കുന്ന ഒരു അപ്ഡേഷൻ തന്നെയായിരിക്കും. ആൻഡ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഫീച്ചർ യൂറോപ്യൻ യൂണിയനിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് iOS 18.4ലാണ്. നമുക്കറിയാവുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കുറേയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസിൽ നിലനിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ സമ്മറിയും അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ ആ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ല ക്ലിയർ ആക്കി എന്ന് അറിഞ്ഞാൽ മാത്രമാണ് ആപ്പിളിന് ഈ ഒരു അപ്ഡേഷൻ യൂലൊക്കെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ യൂലൊക്കെ റിലീസ് ചെയ്ത് വല്ല പ്രശ്നം വന്നാൽ തൊല്ലപ്പാടായിരിക്കും ആപ്പിളിന് വരാൻ പോകുന്നത്. കുറേയധികം ഫൈനും പെനാൽറ്റിയൊക്കെ ഓൾറെഡി ആപ്പിളിനുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ആപ്പിൾ നോക്കിയിട്ടായിരിക്കും ഈ ഒരു അപ്ഡേഷൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് മിക്കവാറും പുതിയ ഇമോജീസും വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്ന ഒരു റിപ്പോർട്ട്. 2025 ഒരു Q1 ആപ്പിൾ റവന്യൂ ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 124.30 ബില്യൺ റവന്യൂ അല്ലെങ്കിൽ ഡോളേഴ്സാണ് ആപ്പിൾ ഈ ഒരു Q1 2025 റവന്യൂ ജനറേറ്റ് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഐഫോൺ എന്ന് പറയുന്ന സെക്ടറിൽ നിന്ന് മാത്രമാണ്. പിന്നെ അവരുടെ വെയറബിൾസ്, അതേപോലെ സർവീസ്, ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും നല്ല രീതിയിലുള്ള റവന്യൂ ആപ്പിൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ടിം കുക്ക് പറയുന്ന അനുസരിച്ച് iPhone 17ലും കുറേയധികം ഇന്നോവേഷൻസ് വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഐഫോണിലൊരു കംപ്ലീറ്റ് ഇന്നോവേഷൻ ആയിട്ട് തീർന്നിട്ടില്ല, ഇനിയും കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ അടുത്ത് ഞാനൊരു പുതിയ ട്രോള് കണ്ടു. iPhone 11 Pro തൊട്ട് നമുക്ക് ഈ സെയിം ക്യാമറ കട്ടൗട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ iPhone 17 സീരീസിൽ ഒരു പുതിയ ക്യാമറ കട്ടൗട്ട് വരും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ചേഞ്ച്, ഒരു പുതിയ ലുക്ക് ഈ iPhone 17 സീരീസിൻ്റെ പ്രോ സീരീസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ സാംസങ്ങിൻ്റെ S24 അല്ലെങ്കിൽ S25 ഒക്കെ ആ ഒരു സീരീസ് നോക്കിക്കഴിഞ്ഞാൽ അത് മോഡൽ റീപ്ലേസ്മെൻ്റ് അല്ല, കൺസിസ്റ്റൻസി ആണെന്നാണ് പറയുന്നത്. എന്തൊക്കെ കേൾക്കണമെന്ന് അറിയോ? ഇപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. ആപ്പിൾ 11 Pro തൊട്ട് കറക്റ്റ് അതിന് റീസൺ ഉണ്ട്. ആ റീസൺ കറക്റ്റായിട്ട് ആപ്പിൾ യൂസേഴ്സിന് അറിയാം. ക്യാമറയുടെ ആ ഒരു ഓരോ 1x 2x 0.5x ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ കട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ട്രയാങ്കിൾ ഷേപ്പിൽ ഇപ്പോഴും ആപ്പിൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതൊരു കറക്റ്റ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആപ്പിൾ ഇപ്പോഴും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. പക്ഷെ സാംസങ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, അല്ലേ? ഓക്കെ ഞാൻ പറഞ്ഞെന്ന് മാത്രമല്ല, അത് അറിഞ്ഞപ്പോൾ എനിക്കിത് പറയാൻ തോന്നി. ആ ഒരു കാര്യത്തിൽ ഞാൻ സാംസങ്ങിൻ്റെ കാര്യത്തിൽ ആൻഡ്രോയിഡ് കാര്യത്തിൽ ഞാൻ വെറുതെ ഇടപെടുന്നില്ല. എന്നാലും ഇതൊന്നും യാതൊരു കുഴപ്പമില്ല. ഇറ്റ്സ് കോൾഡ് കൺസിസ്റ്റൻസി, അല്ലേ? കൊള്ളാം, അടിപൊളി. അടുത്തതായിട്ട് നമ്മുടെ ഇറ്റലിയിലുള്ള ഫ്രണ്ട്സിന് കുറച്ചധികം അടിപൊളിയായ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കാരണം ആപ്പിൾ പേ എക്സ്പ്രസ് എന്ന ഓപ്ഷൻ അവിടെ ട്രാൻസിറ്റ് ഓപ്ഷനിലേക്ക് വരുന്നുണ്ട്. ഇത് വരാൻ പോകുന്ന ഫീച്ചറാണ്. കാരണം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എസ്പെഷ്യലി പുറത്തൊക്കെ ട്രാമും കാര്യങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഐഫോൺ ജസ്റ്റ് ടാപ്പ് ചെയ്യാനാണെങ്കിൽ ഈ പറഞ്ഞ പേയ്മെൻറ്റ് കാർഡ് ഉപയോഗിച്ചുണ്ട്, ആപ്പിൾ പേ ഉപയോഗിച്ചുണ്ട് ഫാസ്റ്റ് ആയിട്ടും സെക്യൂർ ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇപ്പോൾ സെലക്ട് ആയ 3 കമ്പനീസ് അല്ലെങ്കിൽ കാർഡ് ഹോൾഡേഴ്സാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഒന്ന് അമേരിക്കൻ എക്സ്പ്രസ്, 2 വിസ, 3 മാസ്റ്റർ കാർഡ്. ഈ 3 കാർഡുള്ള കൂട്ടുകാർക്കും ഇറ്റലിയിലേക്ക് പുതിയ ഫീച്ചർ വരുന്നതാണ് ഈ പറയുന്ന ആപ്പിൾ പേ എക്സ്പ്രസ് എന്ന കാര്യങ്ങൾ. ട്രാൻസിറ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഒരു ഓപ്ഷൻ വരുന്നത്. സോ ഈ പറഞ്ഞ ഇറ്റലിയിലുള്ള ഫ്രണ്ട്സിനും ഇത് നല്ലൊരു ഗ്രേറ്റ് ന്യൂസ് തന്നെയാണ്. അവർക്ക് ഇനി മുതൽ ഹേസൽ ഫ്രീ ആയിട്ട്, അതും സെക്യൂർ ആയിട്ട് ആപ്പിൾ പേ ഉപയോഗിച്ചുകൊണ്ട് ഫാസ്റ്റ് ആൻഡ് സെക്യൂർ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇൻ ട്രാൻസ്പോർട്ടേഷൻ. ഈ ഒരു വീഡിയോയിൽ കൂടുതലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെ എല്ലാം നമ്മളെ ഫോളോ ചെയ്യാം. ഇതേപോലുള്ള അടിപൊളി കോണ്ടന്റ്സ് വേണമെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമാണ് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Bin Sevia signing from Evika.